ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു VMC മലയാളം. VMC എന്നാൽ വെജിറ്റേറിയൻ മെഡിറ്റേഷൻ ചാനൽ. എൻ്റെ പേര് സീമ സുഭാഷ്. ഇപ്പോൾ നമ്മളുള്ളത് വയനാട് ജില്ലയിലെ ചോമാടി എന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ അവിടെ ഒരു അയ്യപ്പ ക്ഷേത്രം നിർമ്മിച്ചിട്ട് ആ ഒരു ദിവ്യമായിട്ടുള്ള ഭക്തിമാർഗത്തിലൂടെ ദിവ്യമായിട്ടുള്ള സേവകൾ ചെയ്തതിന് ശേഷം ക്രമേണ അവർ ധ്യാന സാധനയിലൂടെ ഉയർന്ന് ഇപ്പോൾ അതേ ക്ഷേത്രത്തിൽ ധ്യാന പ്രചാരത്തിനായിട്ട് നമ്മളെ VMC മലയാളത്തിനെ ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സരസ്വതി മാഡത്തിൻ്റെ ഈ ധ്യാനത്തിലേക്ക് വരാനുള്ള കാരണവും ധ്യാനത്തിലേക്ക് വന്നതിന് ശേഷം അവരുടെ ദിവ്യമായിട്ടുള്ള കാഴ്ചപ്പാടും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനുള്ള അവരുടെ ദിവ്യമായിട്ടുള്ള പ്രയത്നങ്ങളും ആ അനുഭവങ്ങളെക്കുറിച്ച് നമുക്കറിയാം. വെൽക്കം ടു VMC മലയാളം. നമസ്തേ സരസ്വതി മാം. എന്താണ് മാഡത്തിൻ്റെ അനുഭവങ്ങൾ? പറയൂ. എനിക്ക് ചെറുപ്പം മുതലേ ഇങ്ങനെ ഭയങ്കര ഭക്തിനോടൊരിതുണ്ടായിരുന്നു. അപ്പം പിന്നെ അങ്ങനെ അച്ഛനിങ്ങനെ ചെറുപ്പത്തിൽ പ്രാർത്ഥിക്കാനും എല്ലാത്തിനും പഠിപ്പിച്ച് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇവിടെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ക്ഷേത്രങ്ങളിലേക്കൊക്കെ ഭക്തി പോയി. അത് കഴിഞ്ഞ് ക്ഷേത്ര നിർമ്മാണത്തിൽ ഏർപ്പെട്ടു. അത് ഞങ്ങളുടെ ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. 2-3 ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിൽ പങ്കെടുക്കാൻ പറ്റി. നിർമ്മാണതായി. ഇത് ആദ്യം ഒന്ന് എൻ്റെ വീട്ടിൽ പുൽപ്പള്ളി തന്നെ ഉള്ളതാണ്. പിന്നെ രണ്ടാമത്തത് നാഗക്ഷേത്രം. അതാണ് പൂർണ്ണമായും ഞങ്ങൾ ഉത്തരവാദിത്തത്തിൽ ഞങ്ങളുടെ ജീവിതം. നാഗക്ഷേത്രം ഇത് 3ാമത്തെയാണ്. അയ്യപ്പ ക്ഷേത്രം. ഇവിടെ എല്ലാം നമ്മൾ വിഗ്രഹം കൊടുക്കാൻ പറ്റി 3 ക്ഷേത്രങ്ങളിൽ. പിന്നെ നല്ല ഉദ്ദേശത്തോടെ തന്നെയാണ് ഇതെല്ലാം ചെയ്തത്. കാരണം എല്ലാവരും രക്ഷപ്പെടണം എന്നുള്ള ഒറ്റ ഇതിലായിരുന്നു. ഏട്ടൻ്റെ ഭക്തിമാർഗത്തിലായിരുന്നു. ഭക്തിമാർഗത്തിലായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് മദ്യപാനമായിരുന്നു. ആദ്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെ കുറച്ച് മദ്യപാനത്തിലേക്ക് വന്ന് നല്ല ജോലിയൊക്കെ ആയിരുന്നു. അപ്പം അങ്ങനെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി. കാരണം അങ്ങനെയാണ് ഞാൻ അമ്പലങ്ങളിലേക്ക് പോകാനും അങ്ങനെ ഇതിലേക്ക് ഇറങ്ങി പുറപ്പെടാനും ദൈവം എന്നെ തിരഞ്ഞെടുത്തു വന്നു. അപ്പം എനിക്ക് ഇടയ്ക്ക് എൻ്റെ മനസ്സ് പറയുമായിരുന്നു, ചിലപ്പോൾ നമ്മളിലൂടെ അവർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മളെ ഈ വഴിക്ക് ദൈവം എത്തിച്ചതെന്ന് തോന്നി. പിന്നെ യോഗ ഞാൻ അത് കഴിഞ്ഞ് യോഗയിൽ എല്ലാവരും ഇപ്പോഴും ഈ അടുത്ത് വരെ എന്നെ വിളിച്ചു. ഞാനിങ്ങനെ കാല് പൊട്ടി കിടക്കുന്ന കാരണമെന്ന് പറഞ്ഞിട്ട് പോവാൻ ഞാൻ ശ്രീ രവിശങ്കറിൻ്റെ യോഗ ചെയ്തതാണ്. അതിലെപ്പോഴും അവരെന്നെ ഒരു കൂടെ കുറേ വർഷങ്ങൾക്ക് മുന്നേ. അപ്പോൾ അവരെല്ലാം ഇങ്ങനെ ധ്യാനത്തിലിരുന്നിട്ട് പ്രസാദ്ജി ഞങ്ങളൊക്കെ ഒന്നിച്ചാദ്യം ഇതിലേക്ക് ചെയ്താൽ, പക്ഷേ എനിക്ക് തുടർന്ന് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു മേലുവേദനകളായിട്ട്. പക്ഷേ പ്രസാദി ഇങ്ങനെ കിടന്നിട്ട് ഗുരുവായൂർ അമ്പലം നട കണ്ടു എന്ന് അവിടെ. പക്ഷേ എനിക്കിതൊന്നും കാണുന്നില്ലായിരുന്നു. അപ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എന്തായാലും ധ്യാനം ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഓഷോയുടെ പുസ്തകമൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ധ്യാനത്തിൻ്റെ. പക്ഷേ എനിക്കത് വായിച്ചിട്ടൊന്നും അത്ര ക്ലിയർ ആയിട്ടൊന്നും മനസ്സിലായിരുന്നില്ല. പക്ഷേ ഇത്രയും ലളിതവും സുന്ദരവുമായ രീതിയിലൊരു ധ്യാനം 1 രൂപ പോലും ചിലവില്ലാതെ കേട്ടപ്പം എന്തായാലും എനിക്കത് ചെയ്ത് നോക്കണം തോന്നി. ആദ്യം തന്നെ ഇവർ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല എനിക്ക് ഉറക്കക്ഷീണമാണ്, സ്കൂളിൽ പോയാൽ ചിലപ്പോൾ ഞാൻ ഉറങ്ങി വീഴും, അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല, ഉറക്കമൊഴിഞ്ഞാൽ ഭയങ്കര ഷുഗർ. ആദ്യം വിളിച്ചത് ധ്യാനത്തിനെ കുറിച്ച് പറയാൻ ആദ്യം വിളിച്ചത് സുഭദ്ര തന്നെയാണ്. അതിൻ്റെ മുന്നേ ഈ ധ്യാനം അവിടെ ചെയ്യിച്ചിട്ടുണ്ടല്ലോ, ശ്രീ രവിശങ്കറിൻ്റെ യോഗയിൽ അവിടെ ചെയ്യിച്ചിട്ടുണ്ട്. പക്ഷെ കുറച്ച് സമയം. പക്ഷെ എനിക്ക് കുറച്ച് കാടും മലകളും അങ്ങനെയൊക്കെയുള്ള കാണും, അല്ലാതെ വേറെ ഒന്നും എനിക്ക് കണ്ടിട്ടില്ല. ഇപ്പോഴും ഞാൻ പൂർണ്ണമായി അതിൽ എത്തിയിട്ടില്ല. എന്നാലും ഞാൻ എത്തും എന്നുള്ളത് കുറച്ച് വിശ്വാസത്തിൽ തന്നെയുള്ളത്. കുറേയൊക്കെ മറ്റുള്ള കാണാൻ തുടങ്ങി. പിന്നെ ഒന്നും കാണാത്ത അവസ്ഥയിലുമായി. അപ്പോൾ ഈ VMCയിലെ ഈ ആനാപാനസതി ധ്യാനത്തിലേക്ക് എൻ്റർ ആവാനുള്ള കാരണം എങ്ങനെയായിരുന്നു? ഇതിലേക്ക് ഇങ്ങനെ ഞാൻ അസുഖത്തെക്കുറിച്ചൊക്കെ സുഭദ്രേൻ്റെ അടുത്ത് പറയുമായിരുന്നു. അതായത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് മാഡം, ഭക്തിമാർഗത്തിലുണ്ട്, അമ്പലങ്ങളുടെ പണികളുണ്ട്, അതേപോലെ ശ്രീ അവരുടെ ധ്യാനം ചെയ്യുന്നുണ്ട്. എന്നാലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് കാരണം ഒരു സംതൃപ്തി ഇല്ലായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞു, അമ്മായി ഇത് ചെയ്താൽ എന്തായാലും മാറും, കുറച്ച് ചെയ്ത് നോക്ക്, പൂർണ്ണമായിട്ട് അത്ര മാറിയില്ലെങ്കിലും കുറച്ച് മാറും. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ റിട്ടയർഡ് ആവട്ടെ എന്നിട്ട് ഞാൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിരുന്നു. കാരണം സ്കൂളിൽ ചില സമയത്ത് ഞാൻ നിന്നെടുത്ത് നിന്ന് ഉറങ്ങി വീഴും, ഉറക്കം ചിലപ്പോൾ രാത്രി കിട്ടൂല. പക്ഷെ ഇതിൽ വന്നിട്ട് ഞാനിത് ചെയ്തപ്പോൾ എനിക്ക് ധ്യാനത്തിൽ ഇങ്ങനെ പറഞ്ഞപ്പം ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ, അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന ഒരു മാറ്റമല്ല. എല്ലാത്തിലും തടസ്സങ്ങൾ, ഈ വീടിൻ്റെ തന്നെ നമ്പർ കിട്ടാൻ തടസ്സമായിരുന്നു, അതൊക്കെ മാറി. നമ്പർ കിട്ടി, ഇപ്പോൾ കിട്ടൂല എന്ന് ഓർത്തിരുന്നത് കിട്ടി. പിന്നെ വേറെ കുറേ തടസ്സങ്ങളുണ്ടായിരുന്നു, അതെല്ലാം മാറി. അസുഖത്തിന് കുറവ് വന്നു. ശരിക്കും പറഞ്ഞാൽ പൂർണ്ണമായി മാറിയെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ അത്ര സത്യസന്ധമായിട്ട് ഞാൻ ചെയ്തിട്ടുമില്ല എല്ലാ സമയത്തും. എന്നാലും പറ്റുന്ന സമയത്തൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് എൻ്റെ സ്വഭാവത്തിൽ മാറ്റം വന്നു. സ്വഭാവത്തിൽ ആദ്യം ക്ഷമിക്കാൻ അതുണ്ട്, പക്ഷേ അതിപ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് അപകടങ്ങൾ വരുന്നതും ഈ എല്ലാം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്ക് വ്യക്തമായി മനസ്സിലായി. നമ്മളെന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നതെന്ന് മനസ്സിലായി. അപ്പോൾ അത് ഇനി എന്താണ് നമ്മളിവിടെ കർമ്മം ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. അത് കഴിഞ്ഞാൽ പോയാലും ഇപ്പോൾ സീമാജിയിലൂടെ ആ വലിയ അറിവ് എനിക്ക് കിട്ടി. അത് എത്ര കോടി നന്ദി പറഞ്ഞാലും സീമാജി തീരുവില്ല. അത്രയ്ക്കും നല്ല അറിവാണ്
എനിക്ക് കിട്ടിയത്. പക്ഷേ ഇത് ആരോടും പറഞ്ഞ് ആരും വിശ്വസിക്കില്ല. ഞാൻ ഈ സന്തോഷം കൊണ്ട് എല്ലാവരോടും ഇങ്ങനെ പറയുമ്പം അത് വേറെ രീതിയിലാണ് ആൾക്കാർ കരുതുന്നത്. ചിലപ്പോൾ ഞാൻ ഓർക്കും ഞാൻ തന്നെ ഓവറായി പോകുന്നുണ്ട്. എപ്പോഴും ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഞാൻ കാണുന്നവരോടൊക്കെ സുഖമില്ല വയ്യ എന്ന് പറയുന്നവരോടൊക്കെ പറയും നിങ്ങളിത് ചെയ്തു നോക്കി, ഇത് ചെയ്തു നോക്കി. അതാണ് മറ്റുള്ളവർ പിന്നെ എന്നെ കളിയാക്കുന്ന രീതിയിൽ എൻ്റെ മുന്നിൽ പറയുന്നില്ല. ഞാൻ പറഞ്ഞു എൻ്റെ മുന്നിൽ പറഞ്ഞോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും. പക്ഷെ മോൻ്റെ മുന്നിൽ പറഞ്ഞ് അവനെ വിഷമിപ്പിക്കുമ്പോഴാണ് സങ്കടം വന്നത്. അത് കുഴപ്പമില്ല, ഇപ്പം എനിക്ക് മനസ്സിലായി. അങ്ങനെ വന്നാൽ സീമാജി പറഞ്ഞ പോലെ അന്ന് എനിക്ക് ഒരു ചിന്ത വന്നു, അവർ പറയുമ്പോഴല്ലേ നമുക്ക് കൂടുതൽ വേദനിക്കുള്ളൂ. അതിന് ഇതിലേക്കും നാട്ടുകാർ പറയുമ്പോൾ നമുക്കതിനെ തൂത്ത് കളയാൻ പറ്റും. സ്വന്തം വീട്ടിൽ നിന്ന് നമ്മുടെ മക്കൾ പറയുമ്പോൾ നമുക്ക് വേദനിക്കും. ആ വേദനയിലൂടെ പോലും നടക്കുന്നത് പ്രക്ഷാളനമാണ്. പക്ഷെ ഇപ്പം അവൻ്റെ കുറേ മാറി, അവനും മാറി, കുറേ അംഗീകരിച്ചു. അമ്മ ചെയ്തോ അതിന് കുഴപ്പമില്ല. പക്ഷേ മറ്റുള്ളവർ പറയുന്നതാണ് അവന് വിഷമമുള്ളൂ, അല്ലാതെ ഒരു ഇതില്ല. മോളാണെങ്കിൽ എനിക്ക് നല്ല സപ്പോർട്ട്, അവള് നല്ലോണം സപ്പോർട്ടാണ്. പിന്നെ മരുമോള് ഇത്രയും സപ്പോർട്ട്, ഇത്രയും സ്നേഹം എന്നൊക്കെ പറഞ്ഞു, അതൊക്കെ മാഡം ഒരുപാട് കൊടുത്തു വെച്ചിട്ടുണ്ട്. കൊടുത്തു വെച്ച് തന്നെയാണ് മാഡം, സത്യമായിട്ടും കൊടുത്തു വെച്ചാണ് ഇത്രയും ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയത്. അത് ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ തിരിച്ചറിയാൻ പറ്റിയത് ഇതിൽ ആനാപാന സതി ധ്യാനത്തിൽ എത്തിയിട്ടാണ് തിരിച്ചറിയാൻ പറ്റിയത്. അത് വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. ഇനി ഈ ജന്മത്തിൽ എന്താ വേണ്ടത് ശരിക്കും പറഞ്ഞു, എന്ത് നേടിയിട്ടും കാര്യമല്ല. അതിലും ഏറ്റവും കോടി കോടി സമ്പത്തിനേക്കാളും വിലപ്പെട്ടതാണ് ഈ സമ്പത്ത്. അതെ, ഇപ്പൊ നമ്മളുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ വരുന്നത് എന്തുകൊണ്ടാ, ദുഃഖങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും വരുന്നത് എന്തുകൊണ്ടാ, അതിന്റെ പിന്നിലുള്ള കാര്യകാരണങ്ങളെ അറിഞ്ഞു, അതിനെ അംഗീകരിക്കാൻ പറ്റിയോ? പറ്റി. ഇപ്പോൾ ഈ കാലി തന്നെ ഞാൻ എല്ലാവരോടും, അപ്പം എല്ലാവരും പറയും അമ്മ അങ്ങനെ പറയുക, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് സന്തോഷമേ ഉള്ളൂ, കാരണം എൻ്റെ കർമ്മപ്രക്ഷാളനം അത്രയും കുറഞ്ഞ് കിട്ടിയല്ലേ, എൻ്റെ ദോഷങ്ങൾ തീർന്ന് കിട്ടിയല്ലോ എന്നിങ്ങനെ ഞാൻ വരുന്നവരോടൊക്കെ അങ്ങനെ പറഞ്ഞു. അയ്യോ അങ്ങനെ പറ്റിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഇത്രയല്ലേ പറ്റിയുള്ളൂ, അത്രയല്ലേ പറ്റുള്ളൂ, കാല് മുറിച്ച് കളഞ്ഞില്ലല്ലോ, കാല് മുറിച്ച് കളഞ്ഞില്ലല്ലോ, എത്രയല്ലേ പറ്റുള്ളൂ. എനിക്ക് ഒരുപാട് സന്തോഷത്തോടെ ഞാനിത് സ്വീകരിച്ചിരിക്കുന്നു. എൻ്റെ ദോഷങ്ങളൊക്കെ അത്രയും തീർന്ന് കിട്ടിയല്ലേ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. പിന്നെ ഒരു സങ്കടമുള്ള അച്ഛനെ നോക്കാൻ പറ്റാഞ്ഞിട്ടുള്ള, അപ്പം അച്ഛനെ അങ്ങനെ അനുഭവിക്കുന്നത്. അച്ഛൻ്റെ വയ്യായ സമയത്ത് അച്ഛനെ നോക്കുന്നത് മാഡം ആയിരുന്നു. ഞങ്ങളെല്ലാം ആ സമയത്താണ് ഇത് സംഭവിച്ചത്, അവിടെ പോയപ്പോഴാണ്. എനിക്കിപ്പോൾ ഇതുള്ളത് കാരണം ഞാൻ ആദ്യം കൊണ്ടുവച്ച് നോക്കുമായിരുന്നു. ഇപ്പം പിന്നെ അച്ഛനെ അവിടെ പോയിട്ട് ഞാൻ ആഴ്ചയിൽ 2 ദിവസം പോയി നിന്ന് നോക്കും. പിന്നെ മോക്കും പറ്റാതെ, മോളും എൻ്റെ മരുമോളും പ്രായമായവരെയൊക്കെ നന്നായിട്ട് നോക്കും. ഗർഭിണിയാണ്. ആ ഒരു ഹയർ എനർജീനെ ഭൂമിയിലേക്ക്, ദൈവത്തെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ പ്രാപ്തമായി അർഹത നേടി. എന്ത് ദിവ്യമായിട്ടുള്ളൊരു എനർജിയാണ് അത്. എന്താ വെച്ചാൽ മൊത്തം ഇപ്പോൾ ഒരുപാട് നമുക്ക് കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മളുടെ കുടുംബപരമായിട്ട് ജന്മജന്മങ്ങളായിട്ട് നമ്മൾ കൊണ്ടുവന്നത് പലതരത്തിലും നമ്മൾ അനുഭവിക്കുകയാണ്. എന്നിട്ടും മാഡം ഭക്തിമാർഗത്തിൽ അമ്പലങ്ങൾ കെട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? അതിലേക്ക് വിഗ്രഹങ്ങൾ കൊടുക്കുക, അതിൻ്റെ ആ ഒരു സത്യസന്ധമായിട്ടുള്ള പണികൾ ഏറ്റെടുത്ത് നടത്തുക, അതിനുശേഷം അതിനും ഉന്നതമായിട്ടുള്ള സ്ഥിതി, ആ ദൈവം നമ്മുടെ ഉള്ളിൽ തന്നെയാണെന്ന് അറിഞ്ഞ് ധ്യാനം ചെയ്യുക, ധ്യാനപ്രചാരം ചെയ്യുക, സംഭവിക്കുന്ന എല്ലാത്തിനെയും സാക്ഷിയെ പോലെ അംഗീകരിക്കുക. അപ്പോൾ ദൈവം തന്നെ ഭൂമിയിലേക്ക് നമ്മുടെ അതെ ഇപ്പം മകൻ്റെ കുഞ്ഞായിട്ട് വരുന്ന ആ ഒരു ഹയ്യർ എനർജി എല്ലാത്തിനെയും തുടച്ചു നിൽക്കാൻ പ്രാപ്തമാവും. എല്ലാവരിലും ദിവ്യമായിട്ടുള്ള മാറ്റം കൊണ്ടുവരും. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, എല്ലാവരിലും ദിവ്യമായിട്ടുള്ള മാറ്റം. ധ്യാനം ഒന്നും വെറുതെ പോവില്ല. ഇത്ര കുഞ്ഞ് ധ്യാനം ചെയ്താൽ പോലും അതിന് ഫലം ഉണ്ടാവും. മേഡം എത്ര സത്യസന്ധമായിട്ട് അത് ചെയ്യണം, മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ എത്ര പ്രയത്നം. അതാണ് എനിക്ക് എന്നെക്കാളും അവർ രക്ഷപ്പെടണം എന്നുള്ളതാണ്, മറ്റുള്ളവർ രക്ഷപ്പെടണം എന്നുള്ള സത്യസന്ധമായിട്ട് നല്ല ഉദ്ദേശത്തോടുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. അവർ രക്ഷപ്പെടണം. എത്രയോ പേര് കഷ്ടപ്പെടുന്നതും വിഷമിക്കുന്നതൊക്കെ നമ്മളിങ്ങനെ കാണുകയാണ് പലപ്പോഴായിട്ടും. അപ്പോൾ അവരൊക്കെ രക്ഷപ്പെടണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. പിന്നെ അതുപോലെ തന്നെ എൻ്റെ മോൻ്റെ പ്രസവിച്ച് കഴിഞ്ഞ് ജാതകം എഴുതാൻ പോയപ്പം, എൻ്റെ ഹസ്ബൻഡ് എഴുതാൻ പോയപ്പം അവൻ്റെ ജാതകം എഴുതിയ മാഷ്, കുറുപ്പ് മാഷ് പറഞ്ഞു, നിങ്ങളുടെ ഭാര്യ ഇപ്പോൾ ഒരു പാത്രത്തിൽ ഇട്ട് അടച്ചു വെച്ചതുപോലെയാണുള്ളതെന്ന് പറഞ്ഞു. അവരുടെ ഇത് സോള് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പം ഞാൻ ഏട്ടനടുത്ത് ചോദിച്ചു എന്താ അങ്ങനെ പറഞ്ഞു. അതെനിക്ക് മനസ്സിലായിട്ടില്ല, അത് പുറത്തേക്ക് വന്നിട്ടില്ല. ഞാനിപ്പോൾ ഓർക്കുന്ന ഈ ധ്യാനമാർഗത്തിൽ എത്തിയതിൻ്റെ ആണോ അന്ന് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അന്ന് നമ്മൾ എത്ര കാലം മുമ്പാ പറഞ്ഞേ? ഇപ്പോൾ ഒരു 10-30 വർഷമായിക്കണം. അന്ന് ആ സ്ഥിതിയായിരുന്നു. അതൊന്നൊക്കെ പുറത്തു വന്നത് കൊണ്ടാണല്ലോ ധ്യാനം ലഭിച്ചതും ഇത് മറ്റുള്ളവരേക്ക് എത്തിക്കാനുള്ള പ്രയത്നം ചെയ്യാൻ പറ്റിയതും ഇത്രയും തിരിച്ചറിവുകൾ ഉണ്ടായതും. അന്ന് ഇത്രയും തിരിച്ചറിവുകൾ ഉണ്ടോ? ഇല്ല. അന്ന് ക്ഷമിക്കാൻ പറ്റിയിരുന്നോ? കുറച്ചൊക്കെ, എന്നാലും ഇത്രയൊന്നും ക്ഷമിക്കാൻ പറ്റില്ല. എല്ലാത്തിനും അംഗീകരിക്കാൻ പറ്റിയിരുന്നോ? അല്ലേ, മറ്റുള്ളവരിങ്ങനെ പറയുമ്പോഴൊക്കെ, എന്നെ ചീത്ത പറയുമ്പോഴും നമ്മളെ കുറ്റം പറയുമ്പോഴൊക്കെ ചിലപ്പോൾ ഞാൻ തിരിച്ച് പറയാറില്ല. കാരണം ഞാൻ ചിന്തിക്കുന്നത്, എന്നെ ഒരാൾ പറയുമ്പോൾ എനിക്ക് എത്രത്തോളം വിഷമം ഉണ്ടാവുമോ അതുപോലെയല്ലേ മറ്റുള്ളവർ നമ്മൾ അവരെ പറയുമ്പോഴും അവർക്ക് വിഷമം. എന്നാലും അവർ പറയുമ്പോൾ ഭയങ്കര ഒരു വേദനയായിട്ട് നമ്മുടെ മനസ്സിൽ എപ്പോഴും കിടക്കുമായിരുന്നു. അപ്പം അങ്ങനെ കിടന്നിട്ട് പിന്നെ ഇപ്പം എനിക്ക് അങ്ങനെ ഒരു
വേദനയില്ല. കാരണം എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് ചെയ്യുന്നതെന്ന് ഇപ്പം നന്നായിട്ട് വ്യക്തമായിട്ട് അറിയുന്നത് കാരണം ഇപ്പം അങ്ങനെ ഒരു വേദനയേ ഇല്ല, സന്തോഷമേ ഉള്ളൂ. കാരണം ഇപ്പം എല്ലാം അംഗീകരിക്കാൻ പറ്റി. പിന്നെ ഇനിയിപ്പം മക്കൾക്ക് രണ്ടുപേർക്കും ഒരു ജോലി ആയിട്ടില്ല എന്നുള്ള ഒരു ഇതേ ഉള്ളൂ. മോനും ശ്രമിക്കുന്നുണ്ട്, 3 പ്രാവശ്യം അവനെ കിട്ടേണ്ടതായിരുന്നു, പക്ഷെ ആയിട്ടില്ല. മോളാണെങ്കിലും അതൊക്കെ നടക്കുന്നു എന്ന് എൻ്റെ മനസ്സ് പറയുന്നത്, എന്തായാലും നടക്കും. പിന്നെ ഇനിയിപ്പോൾ ഇത് ഇത്രയും ദൈവം തന്നില്ല, ഇങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കാൻ പറ്റിയാൽ എത്ര സന്തോഷത്തിൽ. ഇപ്പോൾ ഇത്രയും മാറ്റങ്ങൾ മാഡത്തിൽ, ഇത്രയും തിരിച്ചറിവുകൾ വന്നു എന്ന് പറഞ്ഞാൽ എത്ര മാസമായി മാഡം ധ്യാനം തുടങ്ങിയിട്ട്? ഞാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 9 മാസത്തോളം ആകുന്ന. ശരിക്കും ആയിട്ടില്ല, അത്രേ ആയിട്ടുള്ളൂ. ധ്യാനത്തിലേക്ക് പ്രവേശിച്ചിട്ടേ ഉള്ളൂ. എന്നാൽ ഇത്രയും ചേഞ്ചസ് മാഡത്തിന് കാണാൻ പറ്റണില്ലേ? അപ്പൊ ഇനിയും ശക്തി വർദ്ധിക്കും തോറും, ഇനിയും സാധനയിൽ ദിവ്യമായിട്ട് തുടരും തോറും ഇനി എന്തൊക്കെ മാറ്റം ഉണ്ടാവും. ഞാൻ ചിലപ്പോഴും ഓർക്കും, ദൈവം ഞാൻ ഇത്രയൊക്കെ ചിലപ്പോൾ ചില സമയത്ത് നന്നായിട്ട് ഇരുന്ന് ചെയ്തിട്ടും എന്താ എല്ലാവരും അത് കാണുന്നുണ്ട്, ഇത് കാണുന്നുണ്ട്, ആ ലെവലിൽ എത്തുന്നുണ്ട്, എന്താ എനിക്ക് മാത്രം ഒന്നും എത്താത്ത. അല്ല, അവര് പറയുന്നതനുസരിച്ച് ഞാൻ അങ്ങനെയാ കരുതിയത്. എന്താ ദൈവം എനിക്ക് മാത്രം, എനിക്കാണെങ്കിൽ ശൂന്യം പറയുമ്പോൾ ഇപ്പോൾ ഒന്നും കാണുന്നില്ല, വെറും ശൂന്യമായിട്ട് തന്നെ അവിടെ ഇരിക്കുന്നു. ശൂന്യത്തിൽ തുടരുക, ശക്തിയെ സ്വീകരിച്ചുകൊണ്ടിരിക്കുക. അതാണ് എല്ലാ അനുഭവങ്ങളെയും സാക്ഷിയെ പോലെ നോക്കി. ഇടയ്ക്ക് ചില അനുഭവങ്ങൾ കണ്ടു. എൻ്റെ ഹസ്ബൻഡിൻ്റെ ആണെങ്കിലും സീമാജിനെ തന്നെ 2 പ്രാവശ്യം കണ്ടു. ഇതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് ഇതിൻ്റെ ഇതൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞ പിന്നെ 2 പ്രാവശ്യം സീമാജിനെ കണ്ടു. അതിലെനിക്ക് കാണുന്നത്, എനിക്ക് സീമാജിനെ വേണ്ട പോലെ സ്വീകരിക്കാനോ വേണ്ട പോലെയൊക്കെ ചെയ്തു കൊടുക്കാനോ ഒന്നും പറ്റുന്നില്ല എന്ന്. അപ്പം ഞാനിങ്ങനെ ഓർത്ത്, എന്താ ഇങ്ങനെ ദൈവമേ ഇങ്ങനെ കാണാൻ എന്താ കാരണം എന്നറിയില്ലല്ലോ, എന്തായാലും ശരിയെന്ന് വെച്ച് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോഴാണ് എൻ്റെ കാലം ഇങ്ങനെ ആയത്. കാരണം എനിക്ക് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാനോ വേണ്ട രീതിയിൽ ചെയ്യാനോ ഒന്നും കഴിഞ്ഞില്ലല്ലോ എന്ന് സങ്കടം. ഇതൊക്കെ ചെയ്തില്ലേ മാഡം? പ്രപഞ്ചശക്തി എന്നെ കൊണ്ട് ചെയ്യിച്ചത് സീമാജി അല്ലാതെ വേറെ ആരും അല്ല. പ്രപഞ്ചശക്തി ഒന്ന് തന്നെയാണ്. ഈ ശക്തിയിൽ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. പിന്നെ ശക്തി അത് ആർക്കും അത്ര പെട്ടെന്ന് അറിയുമൊന്നുമില്ല, പക്ഷെ എന്നാലും ഈ ശക്തിയിൽ കഴിഞ്ഞ് വേറെ ഒന്നുമില്ല എന്ന് എനിക്കറിയാം, നന്നായിട്ട് അറിയാം. ആ ശക്തി തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ളത്. ഇപ്പൊ മാഡത്തിന് ധ്യാനം തുടങ്ങിയതിന് ശേഷമാണ് വീണിട്ട് കാലിങ്ങനെ കെട്ടിവെക്കേണ്ടി വന്നത്. ഇതിനെ കുറിച്ച് ധ്യാനം ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും എന്താ കാല് വീണിട്ട് എന്താ അനങ്ങാൻ പറ്റാതായി എന്നുള്ള ചോദ്യങ്ങൾ അങ്ങനെ പറഞ്ഞു, ഞങ്ങളെ പറഞ്ഞു. പിന്നെ എന്നെ മാത്രമല്ല, നമ്മുടെ അമ്പലത്തിലുള്ള പ്രവർത്തിക്കുന്നവർക്ക് കുറച്ച് പേർക്കൊക്കെ ഓരോ കഷ്ടതകളും ദുരിതങ്ങളും ഒക്കെയാണ്. പിന്നെ ചിലവർക്ക് കുട്ടികൾക്ക് അസുഖം, കുട്ടികൾ പിന്നെ വേറെ ആളുടെ കൂടെ പോയി അസുഖങ്ങളും, പിന്നെ ചിലവർ വീണിട്ട് വേറെ മാനസിക രോഗപ്രകാരം ഒക്കെ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ട് അനുഭവിച്ചു. അപ്പോൾ എല്ലാവരും പറയാം, നിങ്ങൾ ഈ അമ്പലത്തിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്ന കാരണമാണ് നിങ്ങൾക്കിങ്ങനെ ഓരോ ദുഃഖങ്ങൾ വന്നത്. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഞാൻ ആയിക്കോട്ടെ, സന്തോഷത്തോടെ സ്വീകരിച്ചിരിക്കുന്നു. നമ്മൾ മരണം വരെ പറ്റുന്നിടത്തോളം നമ്മൾ ചെയ്യും. പിന്നെ ഇതൊന്നും ഈ അമ്പലത്തിൽ പോവാത്തവർക്കൊന്നും ദുഃഖ ദുരിതങ്ങളില്ല? ഇല്ല, അവർക്കില്ല. അവർക്ക് വരുന്നത് അവർ പോകുന്നില്ല. ഞങ്ങൾ പോകുന്നവർക്ക് മാത്രമാണ് ഈ വിഷമം. അമ്പലത്തിൽ പോകുന്നവർക്കും ആ ദിവ്യമായിട്ടുള്ള മഹാശക്തിക്ക് സേവ ചെയ്യുന്നവർക്കും അതിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന പ്രയത്നങ്ങളും കൊണ്ടാണ് നിങ്ങളുടെ സെഞ്ചി പെട്ടെന്ന് ക്ലിയർ ആവുന്നത്. കർമ്മപ്രക്ഷാളന അത് നമ്മൾ പൂർവ്വജന്മത്തിൽ കൊടുത്തതാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അത് നമ്മളെ പെട്ടെന്ന് അനുഭവിച്ച് നമ്മളെ കാലിയാക്കിക്കൊണ്ടിരിക്കുക. എന്തുകൊണ്ടാ? അമ്പലങ്ങളിൽ സേവ ചെയ്യുന്നത് കൊണ്ട്, ധ്യാനം ചെയ്യുന്നത് കൊണ്ടൊക്കെ. പക്ഷെ പ്രാപഞ്ചികമായിട്ട് ഇതിനൊന്നും അംഗീകരിക്കാൻ കഴിവും ശക്തിയും സ്ഥിതിയും ഒന്നും ഇല്ലാത്തവർക്ക് ഇത് മനസ്സിലാവോ? ഇല്ല, പറഞ്ഞ അവർ കളിയാക്കുക ചെയ്യുന്നത്. നമ്മളെ പറഞ്ഞ കുഴപ്പമില്ല, അതിൽ സന്തോഷമേ ഉള്ളൂ. ഇപ്പൊ പറഞ്ഞു കുറേ പേര്, ഇപ്പൊ ഇന്ന് തന്നെ കുറേ പേർക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഈ വൈകുന്നേരം ആയത് കാരണം കുറേ പേർക്ക് വരാൻ പറ്റൂല. എൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്ത് വേറെ സ്ഥലത്തുള്ള കുറേ പേര് ഇങ്ങനെ രാത്രി ആയത് കാരണം പിന്നെ അസുഖങ്ങളും ഉണ്ട്. അപ്പൊ മഞ്ഞ് കൊള്ളാനൊന്നും പറ്റൂലല്ലോ. അപ്പൊ അവര് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഇനി അടുത്ത് എപ്പോഴെങ്കിലും വരുമ്പോൾ നമുക്ക് പോകാം എന്നൊക്കെ ഞങ്ങൾ അമ്പലത്തിൽ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചവരായി പറയുന്നത്. അവർക്കൊക്കെ നല്ല ആഗ്രഹമുണ്ട്. ആദ്യം ഇവർ പറഞ്ഞ് അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അതുപോലെ തന്നെ എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാൻ സുഭാഷിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു പണ്ട്, ഞങ്ങളിങ്ങനെ ഇവിടെ നിന്ന് ഇത് തുടങ്ങി കഴിഞ്ഞ് എൻ്റെ ഒരു നാത്തൂനുണ്ട്, പിന്നെ ഇവിടെ മുത്തങ്ങ, അവിടെ ഞങ്ങളെല്ലാവരും കൂടെ പോയിട്ട് അവിടെ നിന്ന് 2 വണ്ടി എടുത്തിട്ടാണ് പോയിരുന്നത്. അവരുടെ വണ്ടിയും പിന്നെ കൊല്ലത്തുള്ള അനിയൻ്റെ അവരുടെ വണ്ടി എടുത്തിട്ടായിരുന്നു ഞങ്ങൾ ഗുണ്ടൽപേട്ട പോയിട്ട് അവിടെ നിന്ന് ഗോപാലസ്വാമിപ്പേട്ട പോയി. അവിടെ നിന്നെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വരുന്ന സമയത്ത് നമ്മുടെ മക്കളും വേറുള്ളവരൊക്കെ വേറൊരു വണ്ടിയിലായിരുന്നു. പിന്നെ ഞങ്ങൾ നമ്മുടെ ഏട്ടൻ്റെ മോൻ്റെ അവരുടെ വണ്ടിയിലായിരുന്നു. അപ്പം ഞങ്ങൾ അമ്മമാരും കുറച്ച്, പിന്നെ ഒരു നാത്തൂൻ്റെ മോളും ഉണ്ടായിരുന്നു, ചെറിയൊരു കുഞ്ഞും ഉണ്ടായി. ബാക്കി എല്ലാവരും മറ്റേ വണ്ടിയിലായിരുന്നു. ഞങ്ങളിങ്ങനെ വരുന്ന സമയത്തൊരു പിന്നെ KSRTC കർണാടക KSRTC തന്നെ അവരൊന്നും സിഗ്നലൊന്നും ഇട്ടിട്ടില്ല. നേരെ വന്ന് നമ്മുടെ വണ്ടിയിൽ വന്ന് ഇങ്ങനെ വന്നു നിന്നു. എല്ലാവരും വല്ലാതെ നിലവിളിച്ചു. പക്ഷേ എനിക്ക് തോന്നിയത് പ്രപഞ്ചശക്തി നമ്മളെ കാത്ത. പക്ഷേ സാധാരണ എനിക്ക് പേടിയുണ്ടാകുന്നതാണ്. പക്ഷേ എനിക്ക് അന്ന് ഒരു പേടിയോ സങ്കടമോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ നമ്മളിത് പറഞ്ഞാൽ ആരും വിശ്വസിക്കൂല.
അങ്ങനെ ധ്യാനം ചെയ്യുന്ന ഒരു വ്യക്തിയെ കാത്തുരക്ഷിക്കുമ്പോൾ മറ്റുള്ളവർ രക്ഷപ്പെടും അത്രേ, അവരുടെ കൂടെയുള്ളവർ. അതായത് അങ്ങനെ എനിക്കത് ഭയങ്കര അങ്ങനെ 1-2 സംഭവങ്ങൾ എനിക്ക് 2-3 സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതിപ്പോ നമുക്ക് സംഭവിക്കാനുള്ള എപ്പോഴാണ് സംഭവിച്ചത്. അതെ, അത്രയും നമ്മൾ കൊണ്ടുവന്നത് അത് എന്താ പറയാ, കണ്ണിന് കൊള്ളേണ്ടത് പുരുകത്തുമ്പോ കൊണ്ടു, അതായത് മല പോലെ വന്നത് മഞ്ഞ് പോലെ ആയി അല്ലേ മാഡത്തിനത്? കാലൊന്നും ഇല്ലാതെ ആയിട്ടില്ല, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട്, കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ പറ്റി, അതും തിരിച്ചറിവല്ലേ, അതും പ്രക്ഷാളനമല്ലേ. അതെ, ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് WKW എന്ന് പറഞ്ഞിട്ടൊരു സംഘടന ലേഡീസിനെ ഞങ്ങളുടെ ഇതിൽപ്പെട്ടവർ തന്നെ റിട്ടയർഡ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലാണെങ്കിലും നമ്മുടെ ഈ അമ്പലത്തിലാണെങ്കിലും എല്ലാം ഞങ്ങൾ തിരുവാതിര അതിനെ എല്ലാം കളിക്കും, കൈകൊട്ടിക്കളിയും തിരുവാതിരയൊക്കെ കളിക്കും, ഇപ്പോഴും കളിക്കും. എല്ലാവരും പറയും ഇത്രയും പ്രായമായിട്ടും കളിക്കുമോ? ഞാൻ പറഞ്ഞു എനിക്ക് അത് നല്ല സന്തോഷം തരുന്നതാണ്, ആരോഗ്യത്തിന് പ്രായം ആരോഗ്യവും തരുന്നുണ്ട്, പിന്നെ ഷുഗർ കുറയുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ കളിക്കുക. അപ്പോൾ അവരെല്ലാം പറഞ്ഞു ഇതിപ്പോൾ ഇങ്ങനെ പറ്റിയിട്ട് അതൊന്നും പറ്റില്ല. ഞാൻ പറഞ്ഞു സാരമില്ല, ഇത് തന്നെ ഇത്രയും ഓടുന്നല്ലേ, അതുകൊണ്ട് ഇരുത്തിയതായിരിക്കും ദൈവം എന്ന് പറഞ്ഞു. അതെ, മറ്റുള്ളവരുടെ നമ്മൾ ഈ ചെയ്യുന്ന പല കാര്യങ്ങളെ അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ട് അവർ പറയുന്നതെല്ലാം നമ്മളെ വേദനിപ്പിക്കുന്ന വിധത്തിൽ നെഗറ്റീവായിട്ടുള്ള ആ ഒരു എനർജി കൊണ്ടാവും പറയുന്നത്. പക്ഷെ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനെയൊക്കെ നേരിടാനോ അല്ലെങ്കിൽ അതിനെയൊക്കെ ചിരിയോട് കൂടിയിട്ട് കേൾക്കാനും നമ്മൾ ശക്തി സമ്പാദിച്ചു കഴിഞ്ഞു ഇല്ലേ ധ്യാനത്തിലൂടെ? അതെ, സമ്പാദിച്ചു. അതുപോലെ ഈ അടുത്ത് എനിക്കൊരു ഇതുണ്ടായിരുന്നു. നമ്മുടെ അമ്പലത്തിൽ ഇപ്പോൾ ചുറ്റും കമ്പി ഇട്ടിട്ടുണ്ട്. കാരണം ചുറ്റുമതിൽ കെട്ടാനുള്ള പൈസ ആർക്കും ഇല്ല. അപ്പോൾ അതെല്ലാം കൂടുതലും ഞങ്ങൾ അമ്മമാർ തന്നെയാണ് അതിന് കൂടുതൽ മുൻകൈയെടുത്ത് എല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പം കുറച്ച് പേരോട് പൈസ പിരിച്ചു. അപ്പോൾ ചിലവരിങ്ങനെ പറഞ്ഞു ഇനിയിപ്പോൾ അതിൻ്റെ ഒരു കുറവും കൂടിയേ ഉള്ളൂ, നിങ്ങൾ വേറെ പണിയൊന്നുമില്ല നിങ്ങൾക്കത്. അപ്പം പട്ടിയൊക്കെ കയറുന്നതാണ് നമ്മുടെ അമ്പലത്തിൽ കയറി, ചിലപ്പം പാത്രങ്ങളൊക്കെ നക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ ആ മിണ്ടാപ്രാണീനെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം നമ്മൾ അതിന് വേണ്ട സംവിധാനം ചെയ്യുകയല്ലേ വേണ്ടത്. എന്തായാലും ഞാൻ ഓർത്തു, എല്ലാവരും എതിർത്തു, ഞാൻ പിന്നെ അതിനെ ഇറങ്ങി തിരിച്ചപ്പം ഇപ്പം അത് പൂർത്തിയായി. എന്തായാലും എല്ലാവരും തന്ന് 10-60,000 രൂപയോളമായി. എന്തായാലും അത് എനിക്കറിയില്ലായിരുന്നു അത് അത്രയും നടക്കുമെന്നുള്ളത്. പക്ഷെ അത് പൂർത്തിയായി. ഇപ്പോൾ അമ്പലം നല്ല സുരക്ഷിതമായതുപോലെ വലിയ ഇതിലല്ലെങ്കിലും ഇങ്ങനെയുള്ള മൂകജീവികളുടെ പോവാതെ കടക്കാതെയുള്ള ഒരു അവസ്ഥയിലായി. അതൊരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അതായത് മാഡത്തിലൂടെ ഒരുപാട് വർക്കുകൾ കടം വീട്ടിക്കൊണ്ടിരിക്കുക മാഡം അല്ലേ? അപ്പോൾ കടം വീട്ട ഇനിയും കൂടുതൽ ധ്യാനം ചെയ്യുക, കൂടുതൽ ഈ ഒരു സ്ഥിതിയിൽ സ്ഥിരമാവുക. ഇനിയും ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് ദിവ്യാനുഭവങ്ങൾ മാഡത്തെ കാത്തിരിക്കുന്നു. ഇപ്പോൾ ഇത് കേൾക്കുന്ന വ്യക്തികളോട് എന്താണ് ധ്യാനത്തെക്കുറിച്ച് പറയാനുള്ളത്? എല്ലാവരും ധ്യാനം ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. എല്ലാവരും ഇതിൽ നിന്ന് മാറരുത്. ആദ്യമൊക്കെ എല്ലാവർക്കും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും. പക്ഷേ ഇത്രയും ദിവ്യമായ ഒരവസ്ഥ വേറെ ഒന്നിലും കിട്ടില്ല. ഞാൻ ഒരുപാട് ഭക്തിമാർഗത്തിലും പിന്നെ സീമാജി പറഞ്ഞ പോലെ ലളിത സഹസ്രനാമായും മറ്റും നാമം അങ്ങനെ പലതും ചെയ്തതാണ്, യോഗയായിട്ടൊക്കെ ചെയ്തു. പക്ഷേ അതിൽ നിന്നെല്ലാം കിട്ടുന്നതിനേക്കാളും വലിയ അനുഭവങ്ങളാണ് എനിക്കിതിൽ നിന്ന് കിട്ടിയത്. അതുകൊണ്ട് എല്ലാവരും തന്നെ ഈ സത്യമാർഗത്തിലേക്ക് വരണമെന്നാണ് എൻ്റെ അതിയായ ആഗ്രഹം. എല്ലാവരും അത് ചെയ്യണം, ധ്യാനം ചെയ്യണം. ഇതാണ് എനിക്ക് പറയാനുള്ള. എല്ലാവരോടും നന്ദി, കോടി നന്ദി. ഇത്ര നന്ദി പറഞ്ഞാലും പോരാ എനിക്ക്. ശരിക്കും പറഞ്ഞാൽ ഇത് അനുഭവിച്ചവർക്ക്, സീമാജി പറയുന്ന പോലെ അനുഭവിച്ചവർക്ക് മാത്രമേ ഇത് എന്താണെന്നുള്ളത് പറയാൻ പറ്റുള്ളൂ, അല്ലാത്തവർക്ക് ഇത് പറയാൻ പറ്റൂല. അല്ലാത്തവർ പറയും ഇവർക്ക് ഭ്രാന്താന്നേ പറയുള്ളൂ. അതെ, ഈ ഭ്രാന്താണ് വേണ്ടത്. പക്ഷെ മനുഷ്യന്മാർക്കുള്ളത് ഭ്രാന്തുകൾ, അതിന് മരുന്നില്ല, ആ ഭ്രാന്ത് തീരുകയല്ല ഒരിക്കലും. പക്ഷെ ആത്മാവിനെ അറിയണമെന്നുള്ള ഈ ദിവ്യമായിട്ടുള്ള ഈ ഡിവൈൻ ഭ്രാന്ത് ഉള്ളവർക്കാണ് മുക്തി, മോക്ഷം, ജീവൻ മുക്തി ലഭിച്ചിട്ട് ഉള്ള ചരിത്രമുള്ളൂ. താങ്ക് യു മാം, ഒരുപാട് നന്ദി. കോടി നന്ദി. ആത്മപ്രണാമം. യെസ്. വന്നിട്ട് 9 മാസമായിട്ടേ ഉള്ളൂ. അവരുടെ ജീവിതത്തിൽ ഉണ്ടായ തിരിച്ചറിവുകൾ, അതിലൂടെ ഉണ്ടായ സംതൃപ്തി, ആത്മസംതൃപ്തി, ആത്മാനന്ദം, ഈ സത്യത്തെ അറിഞ്ഞതുകൊണ്ട് അവർക്ക് എന്തിനെ നേരിടാനുള്ള ശക്തി, സാധന ചെയ്യുന്നത് കൊണ്ട് എല്ലാത്തിനും ഈസി ആയിട്ട് മാനേജ് ചെയ്യാനുള്ള ആ ഒരു ശ്രദ്ധയും സമർപ്പണവും അംഗീകാരതത്വം ഒക്കെ ലഭിച്ചെങ്കിൽ ഇതൊന്നും ഈ പ്രപഞ്ചത്തിൽ 1 രൂപ കൊടുത്താലും കിട്ടാത്തതാണ്. അവനവൻ്റെ ശക്തിയെ അറിയാനുള്ള ദിവ്യമായിട്ടുള്ള പ്രയത്നം, അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനുള്ള ആ ഒരു പ്രചാരത്തിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്ന പ്രയത്നങ്ങൾക്ക് എല്ലാം ദിവ്യമായിട്ടുള്ള റിസൾട്ട് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ധ്യാനം ചെയ്യുക, ശുദ്ധ സസ്യാഹാരികളാകുക, മാംസപിണ്ഡത്തെ മന്ത്രപിണ്ഡമാക്കുക. ഓൺലി ത്രൂ ധ്യാനത്തിലൂടെ മാത്രമേ നമ്മളുള്ള ദൈവത്വത്തെ നമുക്ക് അറിയാൻ സാധിക്കൂ. താങ്ക് യു. കൂടുതൽ വിവരങ്ങൾക്കായി നിങ്ങൾക്കും ഇതിൽ ജോയിൻ ചെയ്യണമെങ്കിൽ 1 രൂപ പോലും ഫീസില്ല. 1 രൂപ പോലും നിങ്ങൾ സൗജന്യമായിട്ട് മാത്രമാണ് ഇതിൽ പ്രവേശിക്കേണ്ടതും. എല്ലാം കേൾക്കാനും ധ്യാനം ചെയ്യാനും ധ്യാനം പഠിക്കാനും എല്ലാം ഫ്രീ ആണ് അല്ലേ മാഡം? എല്ലാം സൗജന്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ 99599233 എന്നുള്ള VMC മലയാളത്തിൻ്റെ നമ്പറിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കോൾ ചെയ്യാം കേട്ടോ. താങ്ക് യു.